ഹലോ ഫ്രണ്ട്സ്, നമ്മൾ മാർക്കോ അനാലിസിസിൻ്റെ ഒരു ഹോംവർക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ഹോംവർക്ക്. നമ്മുടെ പിയേഴ്സിൻ്റെയും ലക്സിൻ്റെയും എന്താണ് ഒരു സ്വിച്ചിങ് പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. നമ്മളൊരു ട്രാൻസിഷൻ പ്രോബബിലിറ്റി മാട്രിക്സ് ഉണ്ടാക്കണം. എന്നിട്ട് രണ്ട് പർച്ചേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിയേഴ്സ് മേടിക്കുന്ന ആൾ ലക്സ് മേടിക്കാനുള്ള സാധ്യത നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ ലക്സ് മേടിക്കുന്ന ആള് രണ്ട് പർച്ചേസിന് ശേഷം ലക്സ് തന്നെ മേടിക്കാനുള്ള സാധ്യത എത്രയാണെന്നുള്ളതും നമ്മൾ കണ്ടെത്തണം. സോ അതിൻ്റെ ആൻസറാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ട്രാൻസിഷൻ മാട്രിക്സ്. ഓക്കെ, കണക്കിൽ തന്നിട്ടുള്ള ട്രാൻസിഷൻ മാട്രിക്സ്. ഈ ട്രാൻസിഷൻ മാട്രിക്സ് അനുസരിച്ചിട്ട് ഇപ്പോൾ പിയേഴ്സ് മേടിക്കുന്ന ആള് ആഫ്റ്റർ വൺ പർച്ചേസ്, ഒരു പർച്ചേസിന് ശേഷം വീണ്ടും പിയേഴ്സ് മേടിക്കാനുള്ള സാധ്യത 0.7 ആണ്. അതിൻ്റെ അർത്ഥം 0.3 സാധ്യത എന്ത് മേടിക്കാനാണ്? ലക്സ് മേടിക്കാനാണ്. സോ റോന്റെ ടോട്ടൽ 1 ആയിരിക്കണം. ഇപ്പോൾ ലക്സ് മേടിക്കുന്ന ആള് വൺ പർച്ചേസിന് ശേഷവും ലക്സ് മേടിക്കാനുള്ള സാധ്യത 60% എന്ന് പറയുന്നുണ്ട് കണക്കിൽ. സോ ദാറ്റ് ഈസ് 0.60. അങ്ങനെയാണെങ്കിൽ 0.40 എന്താണ് മേടിക്കുന്നത്? പിയേഴ്സ് ആണ് മേടിക്കുന്നത്. അതിന്റെ പ്രോബിലിറ്റി നമുക്ക് കിട്ടി. സോ ദിസ് ഈസ് എ. ഓക്കെ, ട്രാൻസിഷൻ പ്രോബിലിറ്റി മാട്രിക്സ് ആണത് എ. സോ ആഫ്റ്റർ ടു പർച്ചേസിന്റെ മാട്രിക്സും കൂടെ നമുക്ക് കിട്ടണം. ആഫ്റ്റർ ടു പർച്ചേസിന്റെ മാട്രിക്സും കൂടെ നമുക്ക് കിട്ടണമെങ്കിൽ എ ഇൻറ്റു എ ചെയ്താൽ മതി. സോ എ ഇൻറ്റു എ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ സ്ക്വയർ. ഓക്കെ, ദിസ് ഈസ് എ സ്ക്വയർ. ഇതാണ് അടുത്ത ആഫ്റ്റർ ടു പർച്ചേസിന്റെ ട്രാൻസിഷൻ മാട്രിക്സ് വരുന്നത്. സോ നമ്മൾ ദിസ് ഈസ് എ സ്ക്വയർ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ദിസ് ഈസ് ദി ആഫ്റ്റർ ടു പർച്ചേസ് ട്രാൻസിഷൻ മാട്രിക്സ് ആഫ്റ്റർ ടു പർച്ചേസ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. സോ പിയേഴ്സ് മേടിക്കുന്ന ആള് രണ്ട് പർച്ചേസിന് ശേഷവും പിയേഴ്സ് മേടിക്കാനുള്ള സാധ്യത നമുക്കറിയാം. ഇപ്പോൾ പിയേഴ്സ് മേടിക്കുന്ന ആള് രണ്ട് പർച്ചേസിന് ശേഷം ലക്സിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള സാധ്യതയും നമുക്കറിയാം. ഇപ്പോൾ ലക്സ് മേടിക്കുന്ന ആള് രണ്ട് പർച്ചേസിന് ശേഷവും ലക്സ് മേടിക്കാനുള്ള സാധ്യത 0.48 ആണ് നമുക്കറിയാം. ഇപ്പോൾ ലക്സ് മേടിക്കുന്ന ആള് പിയേഴ്സിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള പ്രോബിലിറ്റി 0.52 ആണെന്നുള്ളതും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദ പ്രോബിലിറ്റി ദാറ്റ് എ കസ്റ്റമർ ഹു ഈസ് പ്രസന്റ്ലി യൂസിങ് പിയേഴ്സ് വിൽ ബൈ ലക്സ് ആഫ്റ്റർ ടു പർച്ചേസസ്. ഇപ്പോൾ പിയേഴ്സ് യൂസ് ചെയ്തിട്ട് രണ്ട് പർച്ചേസിന് ശേഷം ലക്സ് യൂസ് ചെയ്യാനുള്ള സാധ്യത 0.3, ദാറ്റ് ഈസ് 39% ആണ്. And the probability that the customer who is presently using Lux will buy the same brand in two purchases from now. ഇപ്പോൾ ലക്സ് മേടിക്കുന്ന ആള് സെയിം ബ്രാൻഡ്, അതായത് ലക്സ് തന്നെ മേടിക്കാനുള്ള സാധ്യത രണ്ട് പർച്ചേസിന് ശേഷം. അപ്പോൾ ഇപ്പോൾ ലക്സ് മേടിക്കുന്ന ആള് രണ്ട് പർച്ചേസിന് ശേഷവും ലക്സ് മേടിക്കാനുള്ള സാധ്യത 0.48, ദാറ്റ് ഈസ് 48%. സോ ദിസ് ഇസ് ദ ആൻസർ ഫോർ ദി ഹോംവർക്ക്. സോ നമ്മൾ അഗെയിൻ മാതൃഭൂമി മനോരമയുടെ കഥയിലേക്ക് വരികയാണ്. നമ്മൾ ഓൾറെഡി ആഫ്റ്റർ 1 മന്തിന്റെ ട്രാൻസിഷൻ മാട്രിക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആഫ്റ്റർ 2 മന്ത്സ് എ സ്ക്വയർ കണ്ടുപിടിച്ചിട്ടുണ്ട്. A⁻³ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് യൂസസ് ഓഫ് മാർക്കോ അനാലിസിസിലെ ഒന്നാമത്തെ യൂസസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ഈസ് വി ക്യാൻ പ്രഡിക്ട് ദ സ്വിച്ചിങ് പ്രോബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ കസ്റ്റമർ. നമുക്ക് ഇൻഡിവിജ്വൽ കസ്റ്റമറുടെ സ്വിച്ചിങ് പ്രോബിലിറ്റി നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു 3 മാസത്തിന് ശേഷം 4 മാസത്തിന് ശേഷം ഒക്കെ എങ്ങനെയാണ് സ്വിച്ച് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ യൂസാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വി ക്യാൻ പ്രഡിക്ട് ദ ഫ്യൂച്ചർ മാർക്കറ്റ് ഷെയർ ഓഫ് ഈച്ച് ബ്രാൻഡ് ഇൻ ദ മാർക്കറ്റ്. ഓരോ ബ്രാൻഡിന്റെയും മാർക്കറ്റ് ഷെയർ എത്രത്തോളം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഫ്യൂച്ചറിൽ മാർക്കറ്റ് ഷെയർ എത്രത്തോളം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാർക്കറ്റിൽ എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. 3 മാസം കഴിഞ്ഞുള്ള മാർക്കറ്റ് ഷെയർ എത്രയാണ്, 5 മാസം കഴിഞ്ഞുള്ള മാർക്കറ്റ് ഷെയർ എത്രയാണ്, അതായത് ടോട്ടൽ മാർക്കറ്റിന്റെ എത്ര ശതമാനമാണ് ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന്റെ കയ്യിലിരിക്കുന്നത്, അതിനാണ് മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത്. അതെത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോഴേ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നിരിക്കുന്നത് സ്വിച്ചിങ് പ്രോബബിലിറ്റിയാണ്. ഇതൊക്കെ സ്വിച്ചിങ് പ്രോബബിലിറ്റിയാണ്, മാർക്കറ്റ് ഷെയർ അല്ല ഇത് തന്നിരിക്കുന്നത്. സ്വിച്ചിങ് പ്രോബബിലിറ്റിയാണ്, ഒന്നിൽ നിന്നും മറ്റേതിലേക്ക് ചാടാനുള്ള പ്രോബബിലിറ്റിയാണ് തന്നിരിക്കുന്നത്. ഈ ടേബിൾ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് വളരെ ഈസി ആയിട്ട് മാർക്കറ്റ് ഷെയർ കണ്ടുപിടിക്കാൻ പറ്റും. ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാർക്കറ്റ് ഷെയർ, ഓരോ ബ്രാൻഡിന്റെയും മാർക്കറ്റ് ഷെയർ, ടോട്ടൽ മാർക്കറ്റ് എത്ര ശതമാനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അതിന് നമുക്ക് പ്രസന്റ് മാർക്കറ്റ് ഷെയർ ആകണം. ഇഫ് യു നോ ദ പ്രസന്റ് മാർക്കറ്റ് ഷെയർ ഓഫ് മാതൃഭൂമി ആൻഡ് മനോരമ, ഇപ്പോഴത്തെ ടോട്ടൽ മാർക്കറ്റിലെ എത്ര ശതമാനമാണ് മാതൃഭൂമിയുടെ കയ്യിൽ, എത്ര ശതമാനമാണ് മനോരമയുടെ കയ്യിൽ എന്ന് നമുക്ക് അറിയുമെങ്കിൽ we can predict the future market share of those two newspapers after 1 month or after 2 months and so on.
ഇപ്പോഴത്തെ മാർക്കറ്റ് ഷെയർ അറിയാമെങ്കിൽ നമുക്ക് ഈ ട്രാൻസിഷൻ മാട്രിക്സ് ടേബിൾ വെച്ചിട്ട് തന്നെ അടുത്ത മാസത്തെ മാർക്കറ്റ് ഷെയർ അറിയാൻ പറ്റും, 2 മാസം കഴിഞ്ഞാലുള്ള മാർക്കറ്റ് ഷെയർ അറിയാൻ പറ്റും, 3 മാസം കഴിഞ്ഞാലുള്ള മാർക്കറ്റ് ഷെയർ അറിയാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാതെ. Suppose the present market share of Mathroomi is 45% and that of Manorama is 55% ആണെന്ന് വിചാരിക്കുക. അതായത് ടോട്ടൽ മാർക്കറ്റിന്റെ 45% ആൾക്കാർ മാതൃഭൂമിയാണ് വായിക്കുന്നത്, 55% ആൾക്കാർ മനോരമയാണ് വായിക്കുന്നത് എന്ന് വിചാരിക്കുക. ടോട്ടൽ റീഡേഴ്സിലെ 45% ആൾക്കാർ മാതൃഭൂമിയും 55% ആൾക്കാർ മനോരമയാണ് വായിക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ മാർക്കറ്റ് ഷെയർ എന്തായിരിക്കും? കാരണം സ്വിച്ചിങ് ഒക്കെ നടക്കുമല്ലോ, ഓരോ മാസം സ്വിച്ചിങ് നടക്കുന്നുണ്ട്. സ്വിച്ചിങ്ങിന് ശേഷമുള്ള മാർക്കറ്റ് ഷെയർ എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. മാർക്കറ്റ് ഷെയർ ഓഫ് മാതൃഭൂമി ആഫ്റ്റർ 1 മന്ത്, ഒരു മാസത്തിന് ശേഷമുള്ള ഇപ്പോഴത്തെ മാർക്കറ്റ് ഷെയർ 45%, 55% നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തിന് ശേഷമുള്ള മാർക്കറ്റ് ഷെയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പ്രസന്റ് മാർക്കറ്റ് ഷെയർ ഓഫ് ബോത്ത് ഇൻറ്റു ട്രാൻസിഷൻ പ്രോബിലിറ്റി ഓഫ് മാതൃഭൂമി. ഒരു മാസത്തെ ട്രാൻസിഷൻ പ്രോബിലിറ്റി കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഇപ്പോഴത്തെ മാർക്കറ്റ് ഷെയറിനെ എ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. പ്രസന്റ് മാർക്കറ്റ് ഷെയർ ഓഫ് ബോത്ത് ഇൻറ്റു ട്രാൻസിഷൻ പ്രോബിലിറ്റി ഓഫ് മാതൃഭൂമി. ഒരു മാസത്തിന് ശേഷമുള്ള ട്രാൻസിഷൻ, ഇതാണ് മാതൃഭൂമിയുടെ ട്രാൻസിഷൻ പ്രോബിലിറ്റി. അതുകൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഇനി ഒരു ഉദാഹരണം നോക്കാം. നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. പ്രസന്റ് മാർക്കറ്റ് ഷെയർ നമുക്കറിയാം. രണ്ടിന്റെയും പ്രസന്റ് മാർക്കറ്റ് ഷെയർ മാതൃഭൂമിയുടെ 45%, മനോരമയുടെ 55%. അതായത് മാതൃഭൂമിയുടെ 0.45 മനോരമയുടെ 0.55 ഇൻറ്റു ട്രാൻസിഷൻ പ്രോബിലിറ്റി ഓഫ് മാതൃഭൂമി. മാതൃഭൂമിയുടെ ട്രാൻസിഷൻ പ്രോബിലിറ്റി എത്രയാണ്? 0.90, 0.20. അതാണ് മാതൃഭൂമിയുടെ ട്രാൻസിഷൻ പ്രോബിലിറ്റി. 0.90 റീറ്റെയിൻ ചെയ്യും, 0.20 എവിടെ നിന്ന് കിട്ടും? മനോരമയിൽ നിന്ന് കിട്ടും ചെയ്യും. അങ്ങനെയാണ് ഈ രണ്ടെണ്ണം. ഓക്കെ, സോ മാതൃഭൂമിയുടെ നമുക്ക് കിട്ടി. സോ 0.45 ഇൻറ്റു 0.90 പ്ലസ് 0.55 ഇൻറ്റു 0.20. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. മാട്രിക്സ് ആണ്. സോ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? 0.45 ഇൻറ്റു 0.90 പ്ലസ് 0.55 ഇൻറ്റു 0.20. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തിന് ശേഷമുള്ള മാതൃഭൂമിയുടെ മാർക്കറ്റ് ഷെയർ നമുക്ക് കിട്ടും. 52% ആണ് എന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ 45% മാതൃഭൂമിയുടെ മാർക്കറ്റ് ഷെയർ. അത് ഒരു മാസം കഴിയുമ്പോൾ എത്രയായി മാറും? 52% മാറും. അതെങ്ങനെയാണ് 52% മാറുന്നത്? 90% ആൾക്കാർ റീറ്റെയിൻ ചെയ്യും, ഇപ്പോഴത്തെ മാതൃഭൂമിക്കാർ റീറ്റെയിൻ ചെയ്യും. 20% എവിടെ നിന്ന് ചാടി വരും? മനോരമയിൽ നിന്ന് ചാടി വരും. അങ്ങനെ മൊത്തം 52% മാറും. ഓക്കെ, അപ്പൊ അതെങ്ങനെ കിട്ടിയത്? 0.45 എന്ന് പറയുന്നത് മാതൃഭൂമിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് ഷെയർ. അത് ഇൻറ്റു 0.90 അത് റീറ്റെയിൻ ചെയ്യും. 0.90 ഇത്രയും ആൾക്കാർ തുടരും. മാത്രമല്ല മനോരമയുടെ മാർക്കറ്റ് ഷെയർ എത്രയാണ്? 0.55. അതിലെ 20% ആൾക്കാർ എങ്ങോട്ട് ചാടും? മാതൃഭൂമിക്ക് ചാടും. സോ 0.55 ഇൻറ്റു 0.20 ഇത്രയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ മാതൃഭൂമിയുടെ മൊത്തം റീഡേഴ്സിന് കിട്ടും. ആൻഡ് ദാറ്റ് വിൽ ബി 52%. ഓക്കെ, ഇനി നോക്കൂ. മാർക്കറ്റ് ഷെയർ ഓഫ് മനോരമ ആഫ്റ്റർ 1 മന്ത്. മനോരമയുടെ ഒരു മാസത്തിന് ശേഷമുള്ള മാർക്കറ്റ് ഷെയർ കണ്ടുപിടിക്കണമെങ്കിൽ പ്രസന്റ് മാർക്കറ്റ് ഷെയർ ഓഫ് ബോത്ത് ഇൻറ്റു ട്രാൻസിഷൻ പ്രോബിലിറ്റി ഓഫ് മനോരമ. മനോരമയുടെ ട്രാൻസിഷൻ പ്രോബിലിറ്റി ആയിട്ട് ഇൻറ്റു ചെയ്യണം. അതായത് മനോരമയുടെ ട്രാൻസിഷൻ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇപ്പോഴത്തെ മാർക്കറ്റ് ഷെയർ 45%, 55%. നമ്മളിത് നേരത്തെ ചെയ്താൽ മാതിരി തന്നെ 0.45 മാതൃഭൂമിയുടെ മാർക്കറ്റ് ഷെയർ, 0.55 മനോരമയുടെ മാർക്കറ്റ് ഷെയർ, അതേ ഇൻറ്റു മനോരമയുടെ ട്രാൻസിഷൻ മാട്രിക്സ് 0.10യും 0.80. സോ എങ്ങനെയാണ് ഇത് ഇൻറ്റു ചെയ്യുന്നത്? 0.45 ഇൻറ്റു 0.10. ഇത് മാതൃഭൂമിയിൽ നിന്ന് ചാടി വരുന്ന മനോരമക്കാര്. ഓക്കെ, 0.45 എന്ന് പറയുന്നത് മാതൃഭൂമിയുടെ മാർക്കറ്റ് ഷെയർ ആണ്, ഇപ്പോഴത്തെ മാർക്കറ്റ് ഷെയർ ആണ്. അതിൽ 10% ആൾക്കാർ മനോരമയ്ക്ക് ചാടുന്നുണ്ട്. സോ 0.45 ഇൻറ്റു 0.10 പ്ലസ് 0.55 ഇൻറ്റു 0.80 അത് റീറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ, മനോരമ തുടർന്ന് വായിക്കുന്ന ആൾക്കാർ. 0.55 ഇപ്പോഴത്തെ മനോരമയുടെ മാർക്കറ്റ് ഷെയർ ആണ്. അതിൽ 80% ആൾക്കാർ തുടർന്ന് വായിക്കും മനോരമ. സോ 0.55 ഇൻറ്റു 0.80 ഇത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ മനോരമയുടെ ഇപ്പോഴത്തെ റീഡേഴ്സിനെ കിട്ടും. ആൻഡ് ദാറ്റ് വിൽ ബി 48%. അപ്പൊ മാർക്കറ്റ് ഷെയർ മനോരമയുടെ കുറഞ്ഞു. മാർക്കറ്റ് ഷെയർ മനോരമയുടെ ഉണ്ടായിരുന്നത് 55%.
അത് കുറഞ്ഞു, 48%. കാരണം കൂടുതൽ ആൾക്കാർ എവിടേക്ക് പോകുന്നുണ്ട്? മാതൃഭൂമിക്ക് സ്വിച്ച് ചെയ്യുന്നുണ്ട്. 80% മനോരമ വായിക്കുന്നവരിൽ 80% ആൾക്കാരെ റീറ്റെയിൻ ചെയ്യുന്നുള്ളൂ. ബാക്കി 20% ആൾക്കാർ ചാടി പോകുന്നുണ്ട്. മാതൃഭൂമിയുടെ കാര്യത്തിലാണെങ്കിൽ 90% ആൾക്കാർ മാതൃഭൂമി തുടരുന്നുണ്ട്. 10% ആൾക്കാർ മാത്രമേ മനോരമയ്ക്ക് ചാടുന്നുള്ളൂ. ആ ഒരു കാരണം കൊണ്ട് തന്നെ മാതൃഭൂമിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് ഷെയർ 45% ആണെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ 52% കൂടുന്നുണ്ട്. മനോരമയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് ഷെയർ 55% ആണെങ്കിൽ അത് 48% കുറയുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു മാസത്തിന് ശേഷമുള്ള മാർക്കറ്റ് ഷെയർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതേ ലോജിക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള മാർക്കറ്റ് ഷെയർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നമ്മൾ ഈ ട്രാൻസിഷൻ മാട്രിക്സ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. ആഫ്റ്റർ 2 months ട്രാൻസിഷൻ മാട്രിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. മാർക്കറ്റ് ഷെയർ ഓഫ് മാതൃഭൂമി ആഫ്റ്റർ 2 months, 2 മാസത്തിന് ശേഷമുള്ള മാർക്കറ്റ് ഷെയർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? മാർക്കറ്റ് ഷെയർ ഓഫ് ബോത്ത് ആഫ്റ്റർ 1 month, രണ്ടിന്റെയും മാർക്കറ്റ് ഷെയർ, ഒരു മാസത്തിന് ശേഷമുള്ള രണ്ടിന്റെയും മാർക്കറ്റ് ഷെയറിനെ എന്തുകൊണ്ട് ഇൻഡ്യൂ ചെയ്യണം? ട്രാൻസിഷൻ പ്രോബിലിറ്റി ഓഫ് മാതൃഭൂമി A² കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. ഓക്കെ, ഇതുകൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. അപ്പോൾ ഒരു മാസത്തിന് ശേഷമുള്ള മാർക്കറ്റ് ഷെയർ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 0.52 ആൻഡ് 0.48. സോ 0.52 ഇൻറ്റു 0.48 ഇൻറ്റു മാതൃഭൂമിയുടെ 2 മാസം കഴിഞ്ഞാലുള്ള ട്രാൻസിഷൻ മാട്രിക്സ് 0.83, 0.34. അതുകൊണ്ട് ഇൻഡ്യൂ ചെയ്ത് കഴിഞ്ഞാൽ 2 മാസത്തിന് ശേഷമുള്ള മാർക്കറ്റ് ഷെയർ കിട്ടും. ആൻഡ് ദാറ്റ് വിൽ ബി 59%. സോ ഒരു മാസം കഴിഞ്ഞപ്പോൾ അത് 52 ആയിരുന്നു മാതൃഭൂമിയുടെ മാർക്കറ്റ് ഷെയർ. അതിപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ എത്രയും കൂടി? 59% ആയിട്ട് കൂടി. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? 0.52, 0.48 ഈ രണ്ടെണ്ണത്തിനെയും എന്തുകൊണ്ട് ഇൻഡ്യൂ ചെയ്തു? ട്രാൻസിഷൻ മാട്രിക്സ്, മാതൃഭൂമിയുടെ ട്രാൻസിഷൻ മാട്രിക്സ് കൊണ്ട് ഇൻഡ്യൂ ചെയ്തു. ഇൻഡ്യൂ ചെയ്യാൻ മാട്രിക്സിനെ ഇൻഡ്യൂ ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. 0.52 ഇൻറ്റു 0.83 പ്ലസ് 0.48 ഇൻറ്റു 0.34 ചെയ്ത് കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞുള്ള മാതൃഭൂമിയുടെ മാർക്കറ്റ് ഷെയർ നമുക്ക് കിട്ടും. ഇനി 2 മാസം കഴിഞ്ഞുള്ള മനോരമയുടെ മാർക്കറ്റ് ഷെയർ കണ്ടുപിടിച്ച് വയ്ക്കാം. 2 മാസം കഴിഞ്ഞുള്ള മനോരമയുടെ മാർക്കറ്റ് ഷെയർ കണ്ടുപിടിക്കണമെങ്കിൽ മാർക്കറ്റ് ഷെയർ ഓഫ് ബോത്ത് ആഫ്റ്റർ 1 month, ഒരു മാസത്തിന് ശേഷമുള്ള രണ്ടിന്റെയും മാർക്കറ്റ് ഷെയറിനെ എന്തുകൊണ്ട് ഇൻഡ്യൂ ചെയ്യണം? ട്രാൻസിഷൻ പ്രോബിലിറ്റി ഓഫ് മനോരമ A² കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. ഇതാണ് മനോരമയുടെ A² ട്രാൻസിഷൻ മാട്രിക്സ്. സോ നമ്മൾ 0.52, 0.48 ഇൻറ്റു 0.17, 0.66. 0.52 ഇൻറ്റു 0.17 പ്ലസ് 0.48 ഇൻറ്റു 0.66. 41% ആയിട്ട് കുറഞ്ഞു. കണ്ടോ? 48% നിന്ന് 41% ആയിട്ട് കുറഞ്ഞു. സോ 59% മാതൃഭൂമിക്കും കിട്ടി, 41% മനോരമയ്ക്ക് കിട്ടി. ഈ രീതിയിൽ ഓരോ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാർക്കറ്റ് ഷെയറുകൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദ പ്രസന്റ് മാർക്കറ്റ് ഷെയർ. ഒന്നുകൂടെ ഞാനത് കാണിക്കുകയാണ്. പ്രസന്റ് മാർക്കറ്റ് ഷെയർ ഇതാണ്, A ഇതാണ്. സോ ഇതിനെ ഇതുകൊണ്ട് ഇൻഡ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇവനെ കിട്ടും. മാതൃഭൂമിയുടെ എന്താണ് മാർക്കറ്റ് ഷെയർ കിട്ടും. ഇതിനെ ഇതുകൊണ്ട് ഇൻഡ്യൂ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മനോരമയുടെ ട്രാൻസിഷൻ മാട്രിക്സ് കൊണ്ട് ഇൻഡ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവനെയും കിട്ടും. അങ്ങനെ രണ്ടെണ്ണത്തിൻ്റെയും മാർക്കറ്റ് ഷെയർ നമുക്ക് കിട്ടുന്നതാണ്. സോ മാർക്കറ്റ് ഷെയർ ആഫ്റ്റർ 1 month. ഇനി ഇത് മാർക്കറ്റ് ഷെയർ ആഫ്റ്റർ 1 month ആണ്. മാർക്കറ്റ് ഷെയർ ആഫ്റ്റർ 1 month, ഇത് മാർക്കറ്റ് ഷെയർ ആഫ്റ്റർ 1 month. ഇത് മാതൃഭൂമിയുടെ ട്രാൻസിഷൻ മാട്രിക്സ് A² മാതൃഭൂമിയുടെ ട്രാൻസിഷൻ മാട്രിക്സ്. അപ്പോൾ ഇതിനെ മാതൃഭൂമിയുടെ ട്രാൻസിഷൻ മാട്രിക്സ് കൊണ്ട് ഇൻഡ്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാതൃഭൂമിയുടെ മാർക്കറ്റ് ഷെയർ കിട്ടും. ഇനി ഇതിനെ, അതായത് രണ്ടിന്റെയും മാർക്കറ്റ് ഷെയറിനെ മനോരമയുടെ ട്രാൻസിഷൻ മാട്രിക്സ് കൊണ്ട് ഇൻഡ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.41 കിട്ടും. 2 മാസത്തിന് ശേഷമുള്ളതും കിട്ടും. ഈ രീതിയിൽ നമുക്ക് രണ്ടിന്റെയും മാർക്കറ്റ് ഷെയറുകൾ, ഓരോ മാസത്തിന് ശേഷമുള്ള മാർക്കറ്റ് ഷെയറുകൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പ്രസന്റ് മാർക്കറ്റ് ഷെയർ ഓഫ് മാതൃഭൂമി ആൻഡ് മനോരമ 0.45, 0.55 ആണ്. മാർക്കറ്റ് ഷെയർ ഓഫ് മാതൃഭൂമി ആൻഡ് മനോരമ ആഫ്റ്റർ 1 month നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. മാർക്കറ്റ് ഷെയർ ഓഫ് മാതൃഭൂമി ആൻഡ് മനോരമ ആഫ്റ്റർ 2 months നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റ് ഷെയർ ഓഫ് മാതൃഭൂമി ആൻഡ് മനോരമ ആഫ്റ്റർ 3 months നമുക്ക് കണ്ടുപിടിക്കാം. കാരണം നമുക്ക് A3 നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്.
സോ വളരെ സിമ്പിളായിട്ട് മാർക്കറ്റ് ഷെയർ ആഫ്റ്റർ 2 മന്തിനെ എന്തുകൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ മതി? മാതൃഭൂമിയുടെ ട്രാൻസാക്ഷൻ പ്രോബിലിറ്റി 3 മാസത്തിന് ശേഷമുള്ള മാതൃഭൂമിയുടെ ട്രാൻസാക്ഷൻ മാട്രിക്സ് കൊണ്ട് ഇൻഡ്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാതൃഭൂമിയുടെ മാർക്കറ്റ് ഷെയർ കിട്ടും. മനോരമയുടെ ട്രാൻസാക്ഷൻ മാട്രിക്സ് കൊണ്ട് ഇൻഡ്യൂ ചെയ്ത് കഴിഞ്ഞാൽ മനോരമയുടെ മാർക്കറ്റ് ഷെയർ കിട്ടും. അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യാം. ഓക്കെ. സോ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുള്ള പിയേഴ്സിൻ്റെയും ലക്സിൻ്റെയും ഹോംവർക്ക് ഞാൻ ഒന്നുകൂടെ തരാണ്. അതിൽ 1002 ക്വസ്റ്റ്യൻ ഉത്തരം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവും. മൂന്നാമത്തെ ക്വസ്റ്റ്യനുള്ള ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കണം. ഓൾസോ ഫൈൻഡ് ഔട്ട് എ മാർക്കറ്റ് ഷെയർ ഓഫ് പിയേഴ്സ് ആൻഡ് ലക്സ് ആഫ്റ്റർ 2 പർച്ചേസസ്. 2 പർച്ചേസിന് ശേഷമുള്ള മാർക്കറ്റ് ഷെയർ നമ്മൾ കണ്ടുപിടിക്കണം. അസ്യൂമിങ് ദാറ്റ് ദ പ്രസന്റ് മാർക്കറ്റ് ഷെയർ ഓഫ് പിയേഴ്സ് ഈസ് 65% ആൻഡ് ലക്സ് ഈസ് 35%. പിയേഴ്സിന്റെ മാർക്കറ്റ് ഷെയർ 65%, ലക്സിന്റെ മാർക്കറ്റ് ഷെയർ 35% എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. പ്രസന്റ് മാർക്കറ്റ് ഷെയർ അതെന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 2 മാസത്തിന് ശേഷമുള്ള 2 പർച്ചേസിന് ശേഷമുള്ള മാർക്കറ്റ് ഷെയർ കണ്ടുപിടിക്കണം. അതിനെ 1 പർച്ചേസിന് ശേഷമുള്ള മാർക്കറ്റ് ഷെയർ കണ്ടുപിടിക്കണം. അതിനെ 2 പർച്ചേസിന് ശേഷമുള്ള മാർക്കറ്റ് ഷെയർ കണ്ടുപിടിക്കാൻ 2 പർച്ചേസിന് ശേഷമുള്ള ട്രാൻസാക്ഷൻ മാട്രിക്സ് കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ മാർക്കറ്റ് ഷെയർ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഹോംവർക്കായിട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.